പ്രവാസ ലോകത്തു നിന്നുള്ള വാർത്തകൾ. കുവൈറ്റിൽ വിദേശികൾക്ക് പ്രോജക്റ്റ് വിസയിൽ നിന്ന് സ്വകാര്യ മേഖലയിലേക്ക് വിസ മാറാൻ അവസരം. മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് ഇത് സഹായകമാകും. രാജ്യത്ത് സർക്കാർ പൊതുമേഖലാ കമ്പനികളിലെ വിവിധ പ്രൊജക്ടുകളിൽ ജോലി ചെയ്യുന്നവർക്കാണ് വിസ ട്രാൻസ്ഫർ അനുവദിക്കുന്നത്. നവംബർ 3 മുതൽ അപേക്ഷകൾ സമർപ്പിക്കാം. നിബന്ധനകൾക്ക് വിധേയമായാണ് സ്വകാര്യ മേഖലയിലേക്ക് വിസ മാറുന്നതിന് അനുവദിക്കുന്നത്. കരാർ പദ്ധതികൾ പൂർത്തീകരിച്ചാൽ മാത്രമേ വിസ മാറ്റം അനുവദിക്കൂ. അപേക്ഷകൻ കുറഞ്ഞത് 1 വർഷമെങ്കിലും തൊഴിൽ കരാർ പൂർത്തിയാക്കിയിരിക്കണം. പ്രൊജക്ട് പൂർത്തിയായെന്നും തൊഴിലാളികളുടെ ആവശ്യമില്ലെന്നും സ്ഥിരീകരിക്കുന്ന ഔദ്യോഗിക കത്ത് തൊഴിലുടമ പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവറിന് നൽകണം. വിസ ട്രാൻസ്ഫർ പ്രക്രിയയ്ക്ക് 350 ദിനാറാണ് ചെലവ്. മലയാളികൾ ഉൾപ്പെടെ ധാരാളം ഇന്ത്യക്കാരാണ് കുവൈറ്റിൽ ജോലി ചെയ്യുന്നത്. ഇവർക്ക് പുതിയ തീരുമാനം ഉപകാരപ്പെടും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. UAE-യിൽ നിന്ന് കേരളത്തിലേക്ക് നിരക്കിളവ് പ്രഖ്യാപിച്ച് എയർ അറേബ്യ. വിവിധ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കുള്ള യാത്രകൾക്കും നിരക്കിളവ് ലഭിക്കും. 5 ലക്ഷം വിമാന ടിക്കറ്റുകളാണ് കുറഞ്ഞ ടിക്കറ്റ് നിരക്കിൽ അനുവദിക്കുന്നതെന്ന് എയർ അറേബ്യ അറിയിച്ചു. ഈ മാസം 20 മുമ്പ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്കാണ് ഇളവ് ലഭിക്കുന്നത്. ഇവർക്ക് മാർച്ച് 1 മുതൽ ഒക്ടോബർ 25 വരെയുള്ള കാലയളവിൽ യാത്ര ചെയ്യാം. 129 ദിർഹമാണ് ടിക്കറ്റ് നിരക്ക്. ഷാർജ, അബുദാബി, റാസൽ ഖൈമ എന്നിവിടങ്ങളിൽ നിന്ന് വിവിധ രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസുകളിൽ ഇളവ് ബാധകമാണ്. 200ഓളം സർവീസുകളാണ് എയർ അറേബ്യ നടത്തുന്നത്. ഓരോ സെക്ടറിലേക്കും നിശ്ചിത ശതമാനം ടിക്കറ്റുകൾക്ക് നിരക്കിളവ് ബാധകമാണെന്ന് എയർ അറേബ്യ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ന്യൂസിലൻഡ് അംഗീകൃത തൊഴിലുടമകൾക്കുള്ള നിയമങ്ങളിൽ മാറ്റം വരുത്തുന്നു. ഇമിഗ്രേഷൻ സംവിധാനം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണിത്. വർക്ക് ആൻഡ് ഇൻകവുമായി നേരിട്ട് പ്രവർത്തിക്കാൻ തൊഴിലുടമകൾക്ക് നിർദ്ദേശം നൽകുന്നതാണ് പുതിയ നിയമമാറ്റം. ന്യൂസിലാൻഡ് സർക്കാരിന്റെ സാമൂഹ്യ വികസന മന്ത്രാലയത്തിലെ ഒരു സ്ഥാപനമാണ് വർക്ക് ആൻഡ് ഇൻകം. നേരത്തെ ഇമിഗ്രേഷൻ പ്രൊഫഷണലുകൾക്ക് തൊഴിലുടമകളുടെ പേരിൽ വർക്ക് ആൻഡ് ഇൻകവുമായി ഇടപഴകേണ്ടി വന്നിരുന്നു. ഒക്ടോബർ 7 മുതലാണ് പുതിയ മാറ്റം നടപ്പിലാക്കുന്നത്. അംഗീകൃത തൊഴിലുടമകൾ തങ്ങളുടെ റോളിന് ന്യൂസിലൻഡുകാർ ലഭ്യമാണോ എന്ന് പരിശോധിക്കുന്നതിന്റെ ഭാഗമായി വർക്ക് ആൻഡ് ഇൻകവുമായി കൂടുതൽ നേരിട്ട് ഇടപെടേണ്ടതുണ്ട്. ഒരു മണിക്കൂറിന് 59.32 ന്യൂസിലൻഡ് ഡോളർ വേതനം നൽകുകയോ അല്ലെങ്കിൽ ഗ്രീൻ ലിസ്റ്റിൽ ആണെങ്കിലോ തൊഴിലുടമകൾ പരസ്യം ചെയ്യുകയോ വർക്ക് ആൻഡ് ഇൻകവുമായി ബന്ധപ്പെടുകയോ വേണം. ഇമിഗ്രേഷൻ സംവിധാനത്തിന്റെ സമഗ്രത കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി താൽക്കാലിക തൊഴിൽ വിസ ക്രമീകരണങ്ങളിൽ സർക്കാർ വരുത്തുന്ന വിപുലമായ മാറ്റങ്ങളുടെ ഭാഗമാണിത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഒമാനിൽ ചികിത്സാ പിഴവ് പരാതിപ്പെടാൻ പുതിയ സംവിധാനവുമായി ആരോഗ്യ മന്ത്രാലയം. അപേക്ഷകരിൽ നിന്ന് ഈടാക്കുന്നത് 25 റിയാൽ ഫീസ്. ചികിത്സാ പിഴവ് ഉണ്ടായതായി കണ്ടെത്തിയാൽ വ്യക്തികൾക്ക് ആരോഗ്യ മന്ത്രാലയം മുഖേന പരാതിപ്പെടാം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ ഫീസിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. രോഗികളുടെ സുരക്ഷ ഉറപ്പാക്കാനും പിഴവുകൾ കുറയ്ക്കാനുമാണ് ലക്ഷ്യമിടുന്നത്. കോടതിയോ മെഡിക്കൽ സുപ്രീം കമ്മിറ്റിയോ ചികിത്സാ പിഴവ് ഉണ്ടായതായി കണ്ടെത്തിയാൽ അടച്ച തുക തിരികെ ലഭിക്കും. ചികിത്സാ പിഴവ് കണ്ടെത്താൻ ദേശീയ തലത്തിൽ ഒമാൻ സ്പെഷ്യലൈസ്ഡ് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. എല്ലാ ആശുപത്രികളിലും ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യാൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. US വിസ അപേക്ഷകരുടെ എണ്ണത്തിൽ വർധന. ഇന്ത്യക്കാർക്കായി 2.5 ലക്ഷം പുതിയ വിസ സ്ലോട്ടുകൾ അനുവദിച്ച് US. വിനോദസഞ്ചാരികൾ, വിദഗ്ധ തൊഴിലാളികൾ, വിദ്യാർത്ഥികൾ എന്നിവരുൾപ്പെടെ ഇന്ത്യൻ യാത്രക്കാർക്കായി കൂടുതൽ വിസ അപ്പോയിന്റ്മെന്റുകൾ US അനുവദിച്ചു. ഈ വർഷം ഇതുവരെ 1.2 ദശലക്ഷം ഇന്ത്യക്കാരാണ് US-ലേക്ക് യാത്ര ചെയ്തത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിനെ അപേക്ഷിച്ച് 35% വർധനയുണ്ടായതായി US എംബസി അറിയിച്ചു. കുറഞ്ഞത് 60 ലക്ഷം ഇന്ത്യക്കാർക്കെങ്കിലും US സന്ദർശിക്കാൻ കുടിയേറ്റേതര വിസയുണ്ട്. കൂടാതെ ആയിരക്കണക്കിന് പേർക്കാണ് ഓരോ ദിവസവും വിസ അനുവദിക്കുന്നത്. അടുത്തിടെ പുറത്തിറക്കിയ പുതിയ സ്ലോട്ടുകൾ ലക്ഷക്കണക്കിന് ഇന്ത്യൻ അപേക്ഷകരെ സമയബന്ധിതമായി അഭിമുഖം നടത്താൻ സഹായിക്കും. COVID-19 പാൻഡമിക് കൊണ്ടുവന്ന വിസ അപേക്ഷകളിലെ കാലതാമസം പരിഹരിക്കാനുള്ള നടപടികളും US സ്വീകരിച്ചിട്ടുണ്ട്. കോവിഡിന് ശേഷം വിസ അപേക്ഷകളിൽ വൻ കുതിച്ചുചാട്ടമാണ് ഉണ്ടായിരിക്കുന്നത്. 2023 US ഇന്ത്യക്കാർക്ക് 1.4 ലക്ഷത്തിലധികം സ്റ്റുഡന്റ് വിസകൾ അനുവദിച്ചു. ഇത് ലോകത്തിലെ മറ്റേതൊരു രാജ്യത്തെക്കാളും കൂടുതലാണ്. തുടർച്ചയായ 3-ാം വർഷവും ഇത് റെക്കോർഡ് സൃഷ്ടിച്ചതായി US എംബസിയും കോൺസുലേറ്റുകളും പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.